കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കപ്പാടിന് സമീപത്ത് ഒരു BWD റോഡ് ഫ്രണ്ടേജില് ഒരു 11 സെന്റ് സ്ഥലവും ഒരു 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 4 ബെഡ്റൂമുള്ള ഒരു വീടും ഒരു 8-9 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീടും ഇവിടെ വന്നിട്ടുണ്ട് വിൽപ്പനയ്ക്ക്. അത് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസുമാണ്. കിണർ വെള്ളം ഒരിക്കലും പേടിക്കേണ്ട. വെള്ളം വേണം വിൽക്കാൻ കിട്ടുമെന്ന് നമ്മൾ പറയില്ല. അങ്ങനെ വിൽക്കാൻ മാത്രം വെള്ളം വേണമെങ്കിൽ കിട്ടുന്ന രീതിയിൽ നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീട്. നല്ല രസമാണ്. അവിടുത്തെ കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ കാണുവാനൊക്കെ ആയിട്ട് അടിപൊളി നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ. അതുപോലെ തന്നെ വെള്ളം കയറില്ല, വെള്ളം ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇതാ PWD റോഡിൽ നിന്നും ആരംഭിക്കുന്ന വീട്. 11 സെന്റ് സ്ഥലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നല്ലൊരു PWD റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന ഒരു NRIയുടെ വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. 11 സെന്റ് സ്ഥലവും 4 ബെഡ്റൂമുള്ള 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല ഒരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു ക്ലൈമറ്റോട് കൂടി ഇരിക്കുന്ന നല്ല കിണർ വെള്ളത്തോട് കൂടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കപ്പാട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണുണ്ട്. ആ ടൗണിന് സമീപത്താണ്. വളരെ നല്ലൊരു ഏരിയ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു മേഖലയിൽ നല്ലൊരു ഗാർഡനൊക്കെ ചെയ്ത് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഷീറ്റൊക്കെ ഇട്ട് റൂഫൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. ബാക്ക് സൈഡിൽ കൂടെ ഒരു ചെറിയൊരു വലരിത്തോട് ഒഴുകുന്നുണ്ട്. അതായത് മഴക്കാലത്ത് മാത്രം വെള്ളമുള്ള നല്ലൊരു വലരിത്തോടാണ്. ആ വലരിത്തോടിൻ്റെ സമീപത്തുകൂടിയാണ് സമീപത്ത് തന്നെയാണ് ഈ വീട്. അപ്പോൾ നല്ലൊരു ജലലഭ്യത ഇവിടെ ലഭിക്കും. ഒരിക്കലും വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇത്. നമ്മൾ ചുറ്റുവട്ടമൊക്കെ കണ്ട് വീടിൻ്റെ മുൻവശത്തേക്ക് വീണ്ടും പോവുകയാണ്. അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങൾ എല്ലാം വെച്ച് വിട്ടിരിക്കുന്ന നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ PWD ബസ് റോഡ് സൈഡാണ്. എപ്പോഴും ബസ് എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ബസ് ഓടുന്ന റോഡ് സൈഡിലിരിക്കുന്ന വീട്, വീതിയുള്ള ടാർ റോഡ് സൈഡിലിരിക്കുന്ന ഒരു വീട്. ആ വീടാണ് ഇത്. ഫ്രണ്ട് ഒക്കെ പാനൽ ചെയ്ത് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള വാളൊക്കെ പാനൽ ചെയ്ത് നല്ല ഒരു രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഏകദേശം 8 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന നല്ലൊരു വീടാണ്. തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്. മുഴുവൻ ഫർണിച്ചറോടും കൂടിയാണ് ഈ വീട് വിൽക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ പണികളൊക്കെ കാണുമ്പോൾ മനോഹരമായിട്ട് നമുക്ക് തോന്നുകയാണ്. കാരണം നല്ലൊരു ഡിസൈനോട് കൂടിയാണ് സ്റ്റെയർ കേസ്, മുകളിലത്തെ ബാൽക്കണി എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് വിൽപ്പനയ്ക്ക്. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഭിത്തിയിൽ ഒരു ഗ്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് അതും മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലത്തെ ബാൽക്കണിയുടെ ദൃശ്യങ്ങളാണ് ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സോഫ സെറ്റ്, ഈ കാണുന്ന ഡൈനിങ് ടേബിള്, ചെയേഴ്സ്, അതുപോലെ ഇതിൽ കാണുന്ന അലമാരികൾ, അതുപോലെ AC, 3 ബെഡ്റൂമിലും AC വെച്ചിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഒരു AC, അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ വീട്. എല്ലാം ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് കൊടുക്കുന്നത്. ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ മാത്രം. ഇത്രയും വലിയൊരു വീട് ഇത്രയും കുറഞ്ഞ വിലയ്ക്കോ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ഉടനെ വലിയ കാലതാമസമില്ലാതെ വിൽക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് വലിയ വിലയൊന്നും ചോദിക്കാതെ ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം തേക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ. നമുക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങി അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ 2 ബെഡ്റൂമിൻ്റെയും മധ്യത്തിലായിട്ട് ഒരു ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 ബെഡ്റൂമിലും താമസിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ടോയ്ലറ്റ്. 2 ബെഡ്റൂമിൻ്റെയും മിഡിലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. AC വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV ക്യാമറ 4 സൈഡിലും വരുന്ന രീതിയിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ വീട് നമുക്ക് തരിക. അപ്പോൾ ഈ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലും താമസിക്കേണ്ട, ഞങ്ങളെ വിളിക്കൂ. ലേറ്റ് ആവുന്നതനുസരിച്ച് വീട് കച്ചവടമായി പോകാനുള്ള സാധ്യതകളുണ്ട്.
നമ്മളിങ്ങനെ പറയുമ്പോൾ വെറുതെ പറയുന്നതാണ് എന്ന് പലർക്കും തോന്നാറുണ്ട്. വീട് കാണുവാനായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. കാരണം എപ്പോഴും ആൾക്കാർ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് വീടുകൾ. അതിലാരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട് കിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് കച്ചവടം നടക്കില്ല എന്നൊരു മൈൻഡോടുകൂടി പലരും സംസാരിക്കാറുണ്ട്. വീണ്ടും ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കോ ശേഷം വന്നു കഴിയുമ്പോൾ വിറ്റുപോയി എന്ന് നമുക്ക് പറയേണ്ടതായിട്ടും വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നുണയല്ല. വീടുകൾക്കും ഹൗസ് പ്ലോട്ടുകൾക്കും ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ഒരു 10 ഏക്കർ റബ്ബർ തോട്ടം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എൻക്വയറി കുറവാണ്. റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, വലിയ വലിയ ബിൽഡിങ്ങുകൾക്കോ അല്ലെങ്കിൽ 10ഉം 50ഉം ഏക്കർ സ്ഥലങ്ങൾക്കൊക്കെ ആൾക്കാർ കുറവാണ്. പക്ഷേ വീട് എപ്പോഴും മനുഷ്യൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വീടിന് എപ്പോഴും ആൾക്കാരുണ്ട്. ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമറുടെ എണ്ണം കാണുമ്പോൾ ഞങ്ങൾക്കറിയാം. അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് ബാൽക്കണി. നല്ല സ്റ്റെയർ കേസ്, ഇതെല്ലാം തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബാൽക്കണിയുടെ പണി ഒരു നല്ല രസമുള്ളൊരു പണിയാണ്. അതുപോലെ തന്നെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെയും 2 ബെഡ്റൂമാണ്. പുറത്ത് ഒരു ഓപ്പൺ ടെറസ് ഏരിയ, തുണിയൊക്കെ വാഷ് ചെയ്ത് ഉണങ്ങാനിടാനായിട്ടുള്ള വാഷ് ഏരിയ ഉണ്ട്. ഇതാണ് ബാൽക്കണിയുടെ ഒരു സെറ്റപ്പ്. ഒന്നുകൂടി കാണിക്കുകയാണ്. അപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബാൽക്കണി, 2 നില വീടാണെങ്കിൽ ഇങ്ങനൊരു ബാൽക്കണി നല്ല ഭംഗിയായിരിക്കുമെന്ന് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. നമ്മളിപ്പോൾ 3ാമത്തെ ബെഡ്റൂമാണ് കാണുന്നത്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ പറയുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, തുണി വാഷ് ചെയ്ത് ഉണങ്ങാനിടാനൊക്കെ ആയിട്ട് വീട്ടിൽ നമുക്ക് അത്യാവശ്യമില്ലാത്ത ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കുവാനായിട്ട് ബെഡ്റൂമുകളിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അസ്വസ്ഥതയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വയ്ക്കുവാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഈ ഭാഗം. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡുമാണ്. അങ്ങനെ ഈ കിടക്കുന്ന ബെഡുകൾ, കട്ടിലുകൾ, ബെഡ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന CCTV ക്യാമറ, ഡൈനിങ് ടേബിൾ, ചെയേഴ്സ്, സോഫ സെറ്റ്, ടീപ്പോ എന്ന് വേണ്ടുന്ന ഈ കാണുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്നിച്ചാണ് ഈ വീട് സെയിലിനിട്ടിരിക്കുക. 75 ലക്ഷം രൂപ ചോദിക്കുന്നത്. നല്ല ഫർണിച്ചറാണ്. ചേട്ടൻ കാണിക്കുകയായിരുന്നു ബെഡിൻ്റെയൊക്കെ ക്വാളിറ്റി. അത്രയും നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ബെഡാണ്. ബെഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്, ഇപ്പോൾ നിലവിൽ താമസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. നല്ലൊരു ബാൽക്കണി. മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഉടനടി വിളിക്കുക. ഈ ബാൽക്കണിയിൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒരു പത്രമൊക്കെ വായിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും. നല്ല മരങ്ങളുടെ ഇടയ്ക്ക്, എന്നാൽ റോഡ് സൈഡിൽ തന്നെ അങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഈ ബാൽക്കണിയിലിരുന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ.